ഓണത്തിന് പറ്റിയ നല്ല കുറുകിയ മോരുകറി ഉണ്ടാക്കിയാലോ? നമുക്ക് ദുബായിലുള്ളവർക്ക് ഈ ടിന്നിലെ തൈര് വാങ്ങുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ കുറുകിയ മോരുകറി കിട്ടുന്നില്ലെന്നാണ് എല്ലാവരുടെയും പരാതി. എങ്കിൽ വേഗം വാ. ഇത് ഞാൻ അത്യാവശ്യം പഴുത്ത ഏത്തക്കയും പച്ചമുളകും കൂടെ കുറച്ച് വേവിച്ച് എടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ തൈര് ഒന്ന് നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ ഗ്യാസ് ഓൺ ചെയ്യരുത്, ഈ പാത്രത്തിൻ്റെ ചൂട് തന്നെ മതി. നമ്മൾ മോര് ചൂടാക്കുന്നതിനനുസരിച്ച് ഇത് വെള്ളമായി പോകും. ഇനി വേറൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ, കടുക്, ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഇത്രയും ആദ്യം ചേർക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കുക. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്ത് മൂപ്പിച്ച് മോരിൽ മിക്സ് ചെയ്തെടുക്കുക. അന്നേരവും മോര് തിളപ്പിക്കേണ്ട. നല്ല ടേസ്റ്റുള്ള മോരുകറി റെഡി. ഈ സദ്യക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. കുറിയ വേണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് നിങ്ങൾക്ക് തൈര് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ബാച്ചിലേഴ്സിന് ഇത് അടിപൊളി റെസിപ്പിയാണ്.